ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന സ്ഥലം കാസിൽ എസ്ബേ ആണ്. ഇതൊരു നോർത്തേൺ അയർലൻഡിലെ ഒരു സ്ഥലമാണ്. അസാധാരണമായ ഒരു തണ്ണീർത്തട പറുദീസയാണിത്. 60 ഏക്കർ സ്ഥലം അവർ ഇതിനായിട്ട് വിനിയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിലൂടെ നമുക്ക് പോകാം. ചാരിറ്റി നിയന്ത്രിക്കുന്ന ഏക കേന്ദ്രമാണ് കാസിൽ എസ്ബേ. പണ്ടൊരു ചുണ്ണാമ്പ് കല്ല് കോറിയായിരുന്നു ഇവിടെ. 1990-ലാണ് ഇന്ന് കാണുന്ന ഈ വിധത്തിലേക്ക് ഇതിനെ മാറ്റപ്പെടുത്തിയെടുത്തത്. പക്ഷികളെ തിരിച്ചറിഞ്ഞ് അവയെ വളർത്തുന്നതിനും അവയ്ക്ക് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിനും അതിൻ്റെ ഇണകളെ കണ്ടെത്തി അവരുടെ വരും തലമുറകളെ സംരക്ഷിക്കുകയും അതുപോലെ കുടിയേറ്റ സമയത്ത് അവർ നേരിടുന്ന അപകട സാധ്യതകളെ കുറച്ചുകൊണ്ട് അവരുടെ എണ്ണത്തിനെ സംരക്ഷിക്കുന്ന ഒരു പ്രത്യേക രീതിയാണ് ഇവിടെ അവർ സംരക്ഷിച്ചു പോരുന്നത്. അതുപോലെ തന്നെ വരുന്ന വിസിറ്റേഴ്സിന് പക്ഷികളെ സ്നേഹിക്കാനും അതിന് ഭക്ഷണം കൊടുക്കുവാനും അനുവദിച്ചു കൊടുക്കുന്ന അവരുടെ പ്രത്യേക രീതി വളരെ പ്രശംസനീയമാണ്. ഞങ്ങൾ ഈ ട്രിപ്പ് ശരിക്കും ആഘോഷിച്ചു. വളരെ മനോഹരമായിരുന്നു. പിന്നെ ഈ ബേഡ്സിനുള്ള ഫീഡ് നമുക്ക് റിസപ്ഷനിൽ നിന്ന് തന്നെ വാങ്ങിക്കാൻ പറ്റും. പിന്നെ ഞാൻ ഈ ടിക്കറ്റിനെ പറ്റി പറഞ്ഞില്ലല്ലോ. ടിക്കറ്റ് ചാർജ് നമുക്ക് അഡൽറ്റിന് 9 സംതിങ് ആണ് വരുന്നത്. പിന്നെ പൗണ്ടിലാണ്. അപ്പോൾ 2 പേർക്കും കൂടെ 18 സംതിങ് ആയി. പിന്നെ 4 ഇയർ ബിലോ ഉള്ള കുട്ടികൾക്കിത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. 4 to 16 ഇയർ അവർ ചെറിയ എമൗണ്ട് മേടിക്കുന്നുണ്ട്. എന്തായാലും അതൊരു നഷ്ടമല്ല നമുക്ക് ഇതിൽ നടക്കുമ്പോൾ. അപ്പം എത്രത്തോളം നമുക്ക് പ്രകൃതിയുമായിട്ട് ഇണങ്ങി സഞ്ചരിക്കാം എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ ഒരു ഉദാഹരണമായിരുന്നു ഈ യാത്ര. ഇവിടെ പിന്നെ കുറച്ച് വിൻ്ററിൽ വിസിറ്റ് ചെയ്യുന്ന ബേഡ്സിനെ പറ്റിയും സമ്മറിൽ വരുന്ന ബേഡ്സിനെ പറ്റിയൊക്കെ അവരൊരു ചെറിയ ഡിസ്ക്രിപ്ഷനൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ കണ്ടോ, നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്കൂളിൽ, ശിലായുഗവും കാലങ്ങളും നിയാൻഡർതാൽ മനുഷ്യൻ്റെ കാര്യങ്ങളും അതൊക്കെ ഓരോ കല്ലും മരക്കഷ്ണങ്ങളും എല്ലാം അവർ കൊത്തി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഒന്നും അവർ വേസ്റ്റ് ആക്കുന്നില്ല. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായ കാര്യങ്ങൾ. ഈ വീടുണ്ടാക്കി വെച്ചിരിക്കുന്നതും അതിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ എന്താണ് അത് അതുപോലെ വളരെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു ഭംഗിയൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ കണ്ട് ഞങ്ങൾ മുമ്പോട്ട് നടന്നു. അപ്പം അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടെ നമ്മൾ ചെവി കൂർപ്പിച്ചാൽ നമുക്ക് പലതരം പക്ഷികളുടെ ശബ്ദങ്ങൾ കേൾക്കാം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കൂർപ്പിച്ചൊക്കെ നോക്കി, പക്ഷെ സത്യം പറഞ്ഞാൽ ഞാൻ ഒന്നും കേട്ടില്ല കേട്ടോ.
കാര്യങ്ങളും ചെയ്തു വെച്ചിരിക്കുന്നത്. അവരുടെ ഒരു തുള്ളി ഭൂമി പോലും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി അവർക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം അവർ ചെയ്തിട്ടുണ്ട്. അത്ര മനോഹരമായിട്ട് അതിനെ സംരക്ഷിക്കുന്നുണ്ട്. അതുപോലെ ഓരോ പാഴ്വസ്തുവിലും അതിൻ്റെ മഹത്വം കണ്ടെത്തി അതിനെ ഏത് രീതിയിൽ പുനർജീവിപ്പിക്കാമെന്ന് അവർ ചിന്തിച്ചുകൊണ്ട് അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും വളരെ വളരെ മനോഹരങ്ങളാണ്. അതുപോലെ തന്നെ ആണെങ്കിൽ ഈ കല്ലുകളെ പറ്റിയെല്ലാം അവരവിടെ ഓരോ ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുത്തിട്ട് അതിനെ ഏറ്റവും മനോഹരമായ രീതിയിൽ അവർ വർണ്ണിച്ച് വെച്ചിട്ടുണ്ട് അവിടെ. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ അതൊരു കോറിയായിരുന്നു, അതായത് ചൂള. അപ്പം അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സ്റ്റോറികളും ഒക്കെ അവർ അവിടെ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്നും അവിടെ വരുന്ന വിസിറ്റേഴ്സിനെ അതിനെ പറ്റി മനസ്സിലാക്കുവാനും അതിൻ്റെ കാര്യങ്ങൾ അറിയുവാൻ വേണ്ടിയിട്ട്. നമുക്ക് കാണാൻ പറ്റും കുറച്ച് മരത്തിൽ കൊത്തിയ ശില്പങ്ങളൊക്കെ. ഓരോ പാഴ് ആയിട്ടുള്ള മരങ്ങളെയും അവർ വളരെ ഭംഗിയായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നതിൻ്റെ മറ്റൊരു മാതൃക. ഇവിടെ നിന്ന് നമ്മൾ പോകുന്നത് ഏകദേശം നമ്മളുടെ ഇന്നത്തെ യാത്ര അവസാനിക്കുന്ന ഒരു സ്ഥലമാണിത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ യൂറോപ്പിലെ തന്നെ ഏറ്റവും കൂടുതൽ വൈവിധ്യമാർന്ന കളക്ഷൻ ബ്രെൻഡ് ഗീസ് ഇവിടെയാണുള്ളത്. അപ്പം അത് കാണാൻ നിങ്ങൾക്ക് അവസരം കിട്ടിയാൽ തീർച്ചയായും നിങ്ങൾ വിനിയോഗിക്കണം. പിന്നെ ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ബ്രെൻഡ് ഗീസിൽ പെട്ട ഒരു ഫാദർ ആൻഡ് ഡോട്ടർ, അവരുടെ ഒരു ഫോട്ടോ. ഫാദറിൻ്റെ കാലിൽ ഒരു ബി ലെറ്റർ ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 പേര് യെല്ലോ റിങ്സൊക്കെ ഇട്ടിട്ട് നിങ്ങൾ ഇവിടെ വിസിറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവരെ കണ്ടെത്താൻ പറ്റും എന്നുള്ള ഒരു ക്യാപ്ഷനോടുകൂടി. അപ്പം ഞങ്ങൾ വിസിറ്റ് ചെയ്തു, ഞങ്ങളവരെ കണ്ടു, അവരവിടെ ഉണ്ട്. അപ്പം നിങ്ങൾക്കും വിസിറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പം ഇതുപോലെയുള്ള എന്തെങ്കിലും ചെറിയ ടാസ്കൊക്കെ ആയിട്ട് കയറി വാ. അപ്പോൾ നിങ്ങൾക്കും എൻജോയ് ചെയ്യാൻ പറ്റട്ടെ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് എത്തുന്നതായിരിക്കും. അതുവരെയും ബൈ.